അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാര വിതരണം ആരംഭിച്ച എയർ ഇന്ത്യ. അപകടത്തിൽ മരിച്ച 260 പേരിൽ 166 പേരുടെ കുടുംബങ്ങൾക്ക് എയർ ഇന്ത്യ ഇടക്കാല നഷ്ടപരിഹാരമായ 25 ലക്ഷം രൂപ വിതരണം ചെയ്തു. യാത്രക്കാരായ 147 പേരുടെയും അല്ലാത്ത 19 പേരുടെയും കുടുംബങ്ങൾക്കാണ് സഹായം വിതരണം ചെയ്തത്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത് പറയൂ. നാടിനെ നടുക്കിയ സംഭവമാണ് ഈ അഹമ്മദാബാദ് ദുരന്തം. ഇപ്പോൾ രോഹിണി അതിൻ്റെ നഷ്ടപരിഹാര വിതരണം എയർ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. അതിൽ അപകടത്തിൽ മരിച്ച 260 പേരിൽ 166 പേരുടെ കുടുംബങ്ങൾക്കാണ് നിലവിലിപ്പോൾ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളത്. ഈ ഇടക്കാല നഷ്ടപരിഹാരമായ 25 ലക്ഷം രൂപയാണ് ഈ കുടുംബങ്ങൾക്ക് ഇതിനോടകം നൽകിയിട്ടുള്ളത്. യാത്രക്കാരായ 147 പേരുടെയും അല്ലാത്ത 19 പേർ, അത് ഈ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുണ്ടായിരുന്ന ആളുകളാണ്. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം ഇതിനോടകം കൈമാറിക്കഴിഞ്ഞു. 52 പേരുടെ രേഖകൾ കൂടി കൈവശമുണ്ടെന്നും അവർക്കും ഉടൻ നഷ്ടപരിഹാരം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് എയർ ഇന്ത്യ. തകർന്ന ഈ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ അത് പുനർനിർമ്മിച്ച് നൽകാനും എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലെ അന്വേഷണം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. പല തിയറികൾ പുറത്തു വരുന്നുണ്ട്. പൈലറ്റുമായി ബന്ധപ്പെട്ട ചില തിയറികൾ വരുന്നുണ്ട്. അതല്ല, സാങ്കേതിക തകരാറാണ് എന്ന തിയറികൾ വരുന്നുണ്ട്. പക്ഷേ അതെന്തായാലും 1 മാസമെങ്കിലും എടുക്കും എന്നാണ് പാർലമെന്റിൽ വ്യോമയാന മന്ത്രി പറയുകയുണ്ടായത്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിന് മുന്നോടിയായി ചെയ്യേണ്ട നഷ്ടപരിഹാര വിതരണം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.